വാഗമൺ ടൗണിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ദുരവസ്ഥ സഞ്ചാരികളെ അടക്കം നടുപൊടിക്കുകയാണ്. വാഗമൺ സൊസൈറ്റി കവല മുതൽ ടൗൺ വരെയുള്ള റോഡിന്റെ ഭാഗമാണ് വിവിധയിടങ്ങളിൽ വലിയ രീതിയിൽ തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. സഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. അടുത്ത നാളിൽ നവീകരിച്ച വാഗമൺ ടൗണിലൂടെ കടന്നുപോകുന്ന റോഡാണ് വിവിധ ഭാഗങ്ങൾ തകർന്നു കിടക്കുന്നത്. ടൗണിൽ പല ഭാഗത്തും വലിയ കുഴികളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ സൊസൈറ്റി കവലയിൽ നിന്നും വാഗമൺ ടൗണിലേക്ക് എത്തുന്ന റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാഴ്ചയിൽ തകർന്ന ഭാഗങ്ങൾ ചെറുതാണെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുന്ന കുഴികൾക്ക് വലിയ ആഴമുണ്ട്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഗമൺ ടൗൺ വരെയുള്ള പ്രദേശം ശരിക്കും ഒരു വണ്ടി ഓടാൻ പാടൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് ടൂറിസം മേഖലയാണ്. ഇവിടേക്ക് വരുന്ന നിരവധിയായ സഞ്ചാരികളെ സംബന്ധിക്കുമ്പോഴും ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരെയൊക്കെ സംബന്ധിക്കുമ്പോൾ വളരെ വിഷയമുള്ള പ്രശ്നമായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഈ ഓഫ് റോഡിലൊക്കെ ആണെങ്കിലും അല്ല വിനോദസഞ്ചാരികളെ കൈകാണിച്ച് നിർത്തി നോക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വണ്ടികളൊക്കെ വന്ന് വെച്ചാടിയിട്ട് നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അടക്കമുള്ളത് ബുഷിയും ആ ഒരു നിലപാട് എനിക്കുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ അധികൃതരാരുടെയും യാതൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു നീക്ക് പോകണം. ഈ ഇത്രയും ഭാഗമെങ്കിലും അതിന് ടൗൺ വരെയുള്ള പ്രദേശമെങ്കിലും സഞ്ചാരയോഗ്യമാകുന്നതിനാവശ്യമായ നടപടി ചെയ്യുക. തകർന്ന ഭാഗങ്ങളിൽ കൂടി സഞ്ചാരികളിലടക്കം വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. നിരവധി സഞ്ചാരികളെത്തുന്ന റോഡിലാണ് ഈ ദുർഗതി. നിരവധി തവണ നാട്ടുകാരടക്കം വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വന്നെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇരുചക്ര വാഹനയാത്രക്കാർ അടക്കം ഈ കുഴിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ അടിയന്തരമായി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.